ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ചൊവ്വാഴ്ച ബോക്സ് ഓഫീസിലെ പ്രകടനങ്ങൾ എങ്ങനെ? വർഷം തീരാൻ 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ് സിനിമകൾ. നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഹാൽ ഇന്നലെ 199ഓളം ഷോകളിൽ നിന്ന് 4000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 6,46,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഈ ഒരു സിനിമ ഒരു നല്ല ലെവലിലുള്ള സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെ പോവുകയാണ്. സ്ഥിരമായിട്ട് സിനിമ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എല്ലാ ദിനങ്ങളിലും സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലൂടെ വന്നിരുന്നു. അതായത് 17-18 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 53 ലക്ഷം രൂപ നേടിയ ചിത്രം ഏകദേശം 80 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. ഏറ്റവും വമ്പൻ വിജയമായി സർവം മായ കുതിച്ചുയരുകയാണ്. സർവം മായ 5-ാം ദിനം 50 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ പ്രീസെയിൽ ഇന്നത്തെ അതായത് ചൊവ്വാഴ്ചത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയുടെ എൻഡിൽ ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഇച്ചിരി ലെങ്തിയാണ്, അതിലേക്ക് വിടുന്നു. എന്നാലും പ്രീസെയിലൂടെ സിനിമ നേടിയിരിക്കുന്നത് 1,55 ലക്ഷം രൂപയോളമാണ്. 1,278 ഷോകളിൽ നിന്ന് 89,000-ഓളം ടിക്കറ്റുകളും വിറ്റുപോയിരിക്കുന്നു. അതായത് ആ ഒരു അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആദ്യ ദിനം 1,24 ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിലിലൂടെ നടന്നത്. രണ്ടാം ദിനം 1,35,000, മൂന്നാം ദിനം 2,100,000 രൂപയായി, നാലാം ദിനം 2,63 ലക്ഷം രൂപയായി, അഞ്ചാം ദിനം 1,51 ലക്ഷം രൂപ, ആറാം ദിനം അഞ്ചാം ദിനത്തേക്കാൾ കൂടുതൽ 1,55 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ ഇന്നലെ മികച്ച പെർഫോമൻസ് തന്നെയാണ്. എല്ലായിടത്തും മൺഡേ ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു സിനിമ മൺഡേ റാങ്കോട് പാസ്സായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് സർവം മായ്ക്ക് 1,422ഓളം ഷോകളാണ് തിങ്കളാഴ്ച ട്രാക്ക് ചെയ്യപ്പെട്ടത്. 2,47,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ തിയേറ്ററിലും ഒക്യുപ്പൻസി 66% ഏകദേശം 1,000-ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ തന്നെയായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. 50-നടുത്തുള്ള ഹൗസ്ഫുൾ ഷോകളും സിനിമയ്ക്കുണ്ടായിരുന്നു. 4,08,59,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. അതായത് 4,09,00,000 രൂപ എന്ന് വെക്കാം. 4,40,00,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നലെയും കളക്ഷൻ വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 24 കോടിയോളം എത്തിയിരിക്കുന്നു എന്ന് പറയാം. ട്രാക്കിങ്ങിലൂടെ മാത്രം 20.97 കോടി എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 5-ാം ദിനം 50 കോടിയും കടന്ന് ഏകദേശം 55 കോടി ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ടാകും. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ വെച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ വൃഷഭയും മികച്ച രീതിയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു പക്ഷേ സിനിമ വാഷ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്ന് ഇന്നലെയും സിനിമയ്ക്ക് 173ഓളം ഷോകളിൽ നിന്ന് 3,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ, അതായത് ഞായറാഴ്ചത്തേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ദിവസമാകുന്നു. സിനിമയ്ക്ക് 4,61,000 രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. 300 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം 1 കോടി ലഭിക്കുക അത്ര വലിയ കാര്യമല്ല. പക്ഷേ വാഷ് ഔട്ട് ആകുമെന്ന് പറഞ്ഞിടത്തു നിന്ന് സിനിമ കേരള ബോക്സ് ഓഫീസിൽ തന്നെ 1 കോടി നേടാൻ പോവുകയാണ്. വേൾഡ് വൈഡായിട്ട് 2 കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവിടെ തിയേറ്റർ കൗണ്ടുകൾ കുറഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ 652ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 13,294ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്കിങ്ങിലൂടെ തിങ്കളാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് 65-70 ലക്ഷം രൂപയാണെങ്കിൽ ഇന്നലെ നേടാൻ കഴിഞ്ഞത് ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതായത് തിങ്കളാഴ്ചത്തെ ഇടിവ് കാര്യമായി ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഇന്ന് തുടക്കം മികച്ച തന്നെയാണ്. ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗിൽ തന്നെയുള്ളത്. അതായത് ഇന്ന് പ്രതീക്ഷിക്കുകയാണ് സിനിമ ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നേടുമെന്നുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി കടന്ന സിനിമ 50 കോടിയുടെ ആ ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ ഈ ഒരു സിനിമയ്ക്ക് 50 കോടി ക്ലബിലേക്ക് കയറാൻ കഴിയുമെന്നുള്ളതാണ്. എന്താണെങ്കിലും പലരും ട്രോളുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നിവിൻ പോളിയുടെ സിനിമ വന്ന് 50 കോടി തൂക്കിപ്പോയി. ഈ ഒരു സിനിമ മോഹൻലാലും ദിലീപും ഉണ്ടായിട്ടും അടിച്ചില്ല. ഓരോ സിനിമയ്ക്കും ഓരോ വിധികളുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സിനിമകളും വിജയിക്കാറില്ല. 10-12 സിനിമകളാണ് വിജയിക്കുന്നത്. പക്ഷേ ഇവിടെ അരങ്ങ് കൊഴിപ്പിച്ചത് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിൻ്റെ പ്രസൻസ് അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ദിലീപിൻ്റെ ഗംഭീര തിരിച്ചുവരവുമായി എന്താണ് ദിലീപിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഇതാ ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. 25 ദിനങ്ങളാണ് സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളിലും സിനിമ 25 ദിനങ്ങൾ പൂർത്തീകരിച്ച് റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. GCCയിൽ നിന്ന് $3.5 മില്യൺ മുകളിലേക്ക് നേടിയിരിക്കുകയാണ്. ഓവർസീസിൽ നിന്ന് സിനിമ 40 കോടിയും കടന്ന് 41 കോടി ടച്ച് ചെയ്യുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 84 കോടി കടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ സിനിമയ്ക്ക് 153ഓളം ഷോകൾ, അതായത് കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ഷോകൾ കൂടുന്നു. 4,000-ഓളം ടിക്കറ്റുകൾ ഇന്നലെ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 7 ലക്ഷം രൂപ
രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ കളക്ഷനായി നേടാൻ കഴിഞ്ഞത്. അതായത് സിനിമയ്ക്ക് ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെയാണ് ഇന്നലെയും കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമ അതിഗംഭീരമാവുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു വർഷം ഇറങ്ങിയതിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണ്. 10 കോടി മുടക്കി ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത് 8 ഇരട്ടിയോളം കളക്ഷൻ തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമയുടെ OTTയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പുറത്തു വന്നിരിക്കുകയാണ്. സോണി ലിവാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്, അതും റെക്കോർഡ് തുകയ്ക്ക് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 20 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ആ ഒരു OTT റൈറ്റ്സ് വിറ്റുപോയതെന്നുള്ളതാണ്. അതിലെ വാസ്തവം ഇനിയും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഒരു കാര്യം എടുത്ത് പറയാം, ഈ ഒരു സിനിമ അങ്ങനെയാണെങ്കിൽ അതായത് റിലീസിന് മുമ്പ് തന്നെ അതിൻ്റെ ഡബിൾ കളക്ഷൻ നേടിയിരിക്കുന്നു, അതായത് OTTയിൽ നിന്ന്. ഇനി നമുക്ക് സർവ്വമായയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേരള അഡ്വാൻസ് സെയിൽസ് 30-ാം തീയതി, അതായത് ഇന്നത്തെ ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് 152 ഷോകളിൽ നിന്ന് 9,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 18 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിച്ചു. കൊല്ലത്ത് 6,500 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 11 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലഭിച്ചു. പത്തനംതിട്ട 22 ഷോകളിൽ നിന്ന് 2,200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,80,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ആലപ്പുഴയിൽ 5,285 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8,33,000 രൂപയ്ക്ക് മുകളിലാണ് പ്രീസെയിലൂടെ നേടാൻ കഴിഞ്ഞത്. കോട്ടയത്ത് 7,100-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 11,38,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇടുക്കിയിൽ 2,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,4 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. എറണാകുളത്ത് 18,500-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 40 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്നും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തൃശ്ശൂർ 13,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21,50,000-നടുത്തുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ ലഭിച്ചിരിക്കുന്ന പ്രീസെയിലായിട്ട്. പാലക്കാട് 4,600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,27,000 രൂപ നേടാൻ കഴിഞ്ഞു. മലപ്പുറത്ത് 4,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5,27,000 രൂപ നേടാൻ കഴിഞ്ഞു. കോഴിക്കോട് 127 ഷോകളിൽ നിന്ന് 7,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അതിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 12,100,000 രൂപയാണ്. വയനാട് 23 ഷോകളിൽ നിന്ന് 1,178ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,54,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. കണ്ണൂർ 7,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 11,57,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കാസർഗോഡ് 600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. അങ്ങനെ 1,278 ഷോകൾ പ്രീസെയിലൂടെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 89,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. 1,55,45,000 രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതും. എന്താണെങ്കിലും ഇതൊരു റെക്കോർഡ് തന്നെയാണ്. തുടർച്ചയായി സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള അഭിപ്രായവും അതിഗംഭീരമായിട്ടുള്ള കളക്ഷനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ 10-ാം ദിനം അല്ലെങ്കിൽ 12-ാം ദിനം സിനിമ 100 കോടി അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വരുന്ന ദിവസങ്ങളിൽ 9-ാം തീയതി വരെ സിനിമയ്ക്ക് ഫ്രീ റൺ തന്നെയാണ്. 9-ാം തീയതി ജനനായകനെത്തും. അവിടെ മാത്രമാണ് സിനിമയ്ക്ക് ഒരു പ്രശ്നങ്ങളുണ്ടാവുക. ബാക്കി ഇനിയുള്ള 9 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 100 കോടി തൂക്കും. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം.